ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു പുതിയ ബർഗർ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ ബർഗറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാറ്റിയില്ലേ, ചിക്കൻ പാറ്റി പൊരിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. 12 പേർക്കും പൊരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾ കുറച്ച് പാറ്റി വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊരിച്ചു വെക്കാം. പാറ്റിയൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഒരു ബണ്ണെടുത്തിട്ട് അത് 2 ഹാഫായിട്ടാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം കെച്ചപ്പ് വേണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും ആഡ് ചെയ്യണ്ട, കുറച്ച് വേണമെന്നുള്ള ആൾക്കാർ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും കെച്ചപ്പ് വേണം, അതുകൊണ്ട് കെച്ചപ്പ് നല്ലപോലെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കതൊരു സ്പൂൺ കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മുഹറത്തിൻ്റെ സുന്നത്ത് നോമ്പുണ്ടല്ലോ, അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്കൊന്നും നോമ്പില്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു, ഉമ്മാക്കും ഉപ്പാക്കും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാബേജ് വെക്കുന്നുണ്ട്. ക്യാബേജിൻ്റെ ഓരോ ലീഫായിട്ട് ഇതാക്കിയിട്ട് വെക്കണം. പിന്നെ ടൊമാറ്റോ ഒരു സ്ലൈസ് വെക്കുന്നുള്ളൂ. ടൊമാറ്റോ കൂടുതൽ വേണമെന്നുള്ളവർ 2 സ്ലൈസോ 3 സ്ലൈസൊക്കെ വെച്ചോ. പിന്നെ നമ്മുടെ പാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ലൈസ് ചീസ്. എനിക്കും എൻ്റെ ഇക്കാക്കും അനിയത്തിക്കും അനിയനും ഒക്കെ ഒരു സ്ലൈസ് ഫുള്ള് വേണം. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും ഒരു സ്ലൈസ് ഫുള്ള് വെച്ചു. ബാക്കിയുള്ളതിലൊക്കെ ഹാഫേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി വെക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തുറന്നു പോകാതിരിക്കാനാണ് കേട്ടോ. അങ്ങനെ എല്ലാം 12 എണ്ണം ഉണ്ടായിരുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പം പിസ്സാൻ്റെ സോസായിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അത് ഒരിടക്ക് വെച്ച് തീർന്നു പോയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.